ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം എന്നത് അവരുടെ ഉള്ളിലുള്ള വാസനകളുടെ ആകെ തുക അല്ലെങ്കിൽ മനസ്സിലുള്ള ചിന്തകളുടെ മൊത്തത്തിലുള്ള പ്രതിഫലനമാണ്. ഈ സ്വഭാവ രൂപീകരണത്തിന് അവർ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും നന്മയും തിന്മയുമെല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട്. മിക്കവാറും സാഹചര്യങ്ങളിൽ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖങ്ങളാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. സുഖത്തേക്കാൾ വലിയ ഗുരു ദുഃഖമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നുവരെ ലോകത്തിൽ നമ്മൾ അറിയുന്ന മഹാത്മാക്കളിൽ ഏറെ പേരും സുഖത്തേക്കാൾ ദുഃഖവും പട്ടിണിയും പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങിയവരായിരിക്കും. പനിനീർ പുഷ്പങ്ങൾ വിരിച്ച പരവതാനിയിൽ കൂടി മാത്രം നടന്നുകൊണ്ട് വിജയം വരിച്ച ആരും തന്നെയില്ല. എല്ലാവരുടെ കാലിലും മുള്ളുകൾ കൊണ്ടിട്ടുണ്ട്, തട്ടിത്തടഞ്ഞ് വീണിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് ഗോക്കളമേച്ച് നടന്ന് ചെറുപ്പം മുതൽ തന്നെ രാക്ഷസന്മാരുടെ വധശ്രമങ്ങളെ തുടർച്ചയായി നേരിട്ട ശ്രീകൃഷ്ണനും രാജാവായിട്ടും 14 വർഷം സുഖസൗകര്യങ്ങൾ ഒന്നുമില്ലാതെ രാക്ഷസന്മാരും വന്യമൃഗങ്ങളും വിഹരിക്കുന്ന കൊടും കാട്ടിൽ ജീവിച്ച് ഏറ്റവും ശക്തിമാനായ അസുരനെയും അവരുടെ സൈന്യത്തെയും നേരിട്ട് ഭാര്യയെ രക്ഷപ്പെടുത്തി അവസാനം രാജ്യത്തിനു വേണ്ടി ഭാര്യയെ കാട്ടിലയക്കേണ്ടി വന്ന ശ്രീരാമനും ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളെ നേരിട്ടവരാണ്. മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോഴാണ് പലരും തങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശക്തി ഉയർത്തിക്കൊണ്ടുവന്ന് വിജയം നേടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. അതിജീവിക്കുന്ന പരീക്ഷണങ്ങളുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഓരോ വ്യക്തിയും കൂടുതൽ കരുത്തരാവുകയും ജീവിതം എന്ന സത്യത്തെ കൂടുതൽ അറിയുകയും ചെയ്യും. ഈ അറിവുകളാണ് ഇനി വരാനിരിക്കുന്ന ജീവിതത്തെ നേരിടാനുള്ള ശക്തിയും ആത്മവിശ്വാസവും നമ്മിൽ നിറയ്ക്കുന്നത്.